ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് നമ്മുടെ പൂന്തോട്ടങ്ങളിലും നമ്മുടെ വീട്ടിലൊക്കെയുള്ള ഒച്ചിൻ്റെ ശല്യം മാറ്റിയെടുക്കുക എന്നാണ്. വളരെ സിമ്പിളായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഒച്ചിൻ്റെ ശല്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ പൂന്തോട്ടങ്ങളിൽ ഒച്ചുകൾ സാധാരണയായിട്ട് എത്തിക്കഴിഞ്ഞാൽ ആദ്യം കയറുന്ന ചില ചെടികളാണ് കലഞ്ചോ അല്ലെങ്കിൽ ഓർക്കിഡുകൾ. ഡെൻഡ്രോബിയം ഓർക്കിഡൊക്കെയാണ് ഈ ഒച്ചിൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം. അപ്പോൾ ഓർക്കിഡുകളൊക്കെ ഉണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ചിട്ട് ഒച്ചിൻ്റെ ശല്യം ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം രാത്രി കാലങ്ങളിലാണ് ഈ ഓർക്കിഡുകളെയൊക്കെ ഈ ഒച്ചുകൾ വന്ന് ആക്രമിക്കുകയും തിന്നുകയൊക്കെ ചെയ്യുക. അപ്പോൾ പകൽ സമയങ്ങളിൽ നമ്മൾ നോക്കുന്ന സമയങ്ങളിൽ ഇതിൻ്റെ ഇലകളൊക്കെ എന്തോ പുഴു വന്ന് തിന്നത് പോലെ പാടുകളും ഇലകളൊക്കെ ഒരുപാട് കുറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ സമയങ്ങളിൽ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒച്ചിനെയൊന്നും കാണാൻ പറ്റില്ല, പുഴുവിനെയും കാണാൻ പറ്റില്ല. പക്ഷേ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കിഡ് നമ്മൾ ആ ചട്ടിയിൽ നിന്ന് അങ്ങ് പൊക്കി നോക്കിക്കഴിഞ്ഞാൽ ഈ ചട്ടിയുടെ അടിയിൽ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരിക്കും ഒച്ച്. അപ്പോൾ ഈ ഒച്ചിനെ എടുത്ത് നശിപ്പിക്കുക, ഉപ്പിട്ട് നശിപ്പിക്കുകയൊക്കെ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് രാത്രി കാലങ്ങളിൽ ടോർച്ച് അടിച്ച് നോക്കി കഴിഞ്ഞാലും വലിയ വലിയ ഒച്ചുകൾ വന്നിട്ട് നമ്മുടെ ചെടികളെ തിന്ന് നശിപ്പിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ വലിയ ഒച്ചുകളൊക്കെ ആണെങ്കിലാണ് നമുക്കിനെ പെറുക്കിയെടുത്ത് നശിപ്പിക്കാൻ കഴിയുക. കുഞ്ഞു ഒച്ചുകളൊക്കെ ആണെങ്കിൽ അത് നമുക്ക് സാധ്യമാവാറില്ല. കാരണം കുഞ്ഞു ഒച്ചുകളൊക്കെ ഇഷ്ടം പോലെ പെരുകി നമ്മുടെ ടെറസിൻ്റെ മുകളിലും അല്ലെങ്കിൽ അടുക്കളയിലും ആ ബാത്റൂമിൻ്റെ സൈഡിലൊക്കെ വന്നിരിക്കുമ്പോൾ നമുക്ക് അതിനെടുത്ത് നശിപ്പിക്കാൻ സാധ്യമാവാറില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഒച്ചുകളെല്ലാം ഒരു ഭാഗത്തേക്ക് ആകർഷിപ്പിച്ച് നശിപ്പിച്ച് കളയാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് വേണ്ടതൊരു ക്യാബേജാണ്. ഒരു ക്യാബേജിൻ്റെ ഇല ഉണ്ടെങ്കിൽ അത് അല്പം ചതച്ചെടുത്ത ശേഷം ഒരു പാത്രത്തിലോ കവറിലോ ഇങ്ങനെ വെച്ചിട്ട് രാത്രി സമയങ്ങളിൽ അല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ ഒരു ഭാഗത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ രാത്രി സമയങ്ങളിൽ ഈ ഒരു ക്യാബേജിൻ്റെ സ്മെല്ലടിച്ചിട്ട് എല്ലാ ഒച്ചുകളും ആകർഷിച്ചിട്ട് നമ്മുടെ ഈ ഒരു ക്യാബേജിൻ്റെ അടുത്തിട്ട് വരും. അങ്ങനെ ക്യാബേജിൻ്റെ മുകളിൽ വന്നിരുന്നിട്ട് ക്യാബേജ് തിന്നുന്ന ഈ ഒരു സമയത്ത് ഈ ഒരു ഒച്ചിൻ്റെ മുകളിലോട്ട് ഉപ്പിട്ട് നമുക്ക് നശിപ്പിച്ച് കളയാൻ പറ്റും. അപ്പോൾ നമ്മൾ വീടിന് പുറത്ത് 2-3 ഭാഗങ്ങളിൽ ഇതുപോലെ ക്യാബേജിൻ്റെ ഇല ചതച്ച് വെച്ച് ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം പൂർണ്ണമായിട്ടും നമുക്ക് നമ്മുടെ വീട്ടിലെ ഒച്ചിൻ്റെ ശല്യം മാറ്റിയെടുക്കാൻ പറ്റും. ക്യാബേജിൻ്റെ സ്മെല്ല് ഇവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ ക്യാബേജ് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഓടിയെത്തും നമ്മുടെ ക്യാബേജിൻ്റെ കെണിയിലോട്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിവെൻഷനായിട്ട് ചെടിച്ചട്ടിയിൽ അല്പം ഉപ്പ് വിതറി കൊടുത്തു കഴിഞ്ഞാൽ ഈ വൈകുന്നേര സമയങ്ങളിൽ കുറഞ്ഞ രീതിയിൽ ഉപ്പ് വിതറി കൊടുത്തു കഴിഞ്ഞാലും ഒച്ചുകൾ ചെടിച്ചട്ടിയിലൂടെ രാത്രി കാലങ്ങളിൽ ഇഴഞ്ഞു നടക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഒച്ചുകൾ അതിലൂടെ ഇഴഞ്ഞു നടക്കുന്ന സമയങ്ങളിൽ അതിൻ്റെ ശരീരത്തിൽ ഉപ്പ് തട്ടിക്കഴിഞ്ഞാൽ ശരീരത്തിലുള്ള ജലാംശം എല്ലാം പുറത്തോട്ട് വന്ന് ഒച്ച് ചുരുങ്ങി ഡീഹൈഡ്രേഷൻ വന്ന് ഒച്ച് ചത്തുപോകും. അപ്പോൾ നമ്മൾ ചെടിച്ചട്ടിയിലൊക്കെ ഉപ്പിടുന്ന സമയങ്ങളിൽ ഉപ്പിൻ്റെ അംശം കൂടാതിരിക്കാൻ ശ്രമിക്കുക. ഉപ്പ് അധികം കൂടിക്കഴിഞ്ഞാൽ ചെടികളെല്ലാം ഉണങ്ങി നശിച്ചു പോകാനൊക്കെ അതൊരു വലിയ കാരണമാവും. അപ്പോൾ കുറഞ്ഞ രീതിയിലൊക്കെ ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ട് നനച്ച് കൊടുക്കുന്ന ചട്ടിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നന്നായിട്ട് മഴയൊക്കെ പെയ്ത് പോകുന്ന ചട്ടിക്കാണെങ്കിൽ 2 ദിവസത്തിൽ ഒരിക്കലൊക്കെ കുറഞ്ഞ രീതിയിൽ ഉപ്പ് വിതറി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെടിച്ചട്ടിയുള്ള കുഞ്ഞൻ പിരിയൻ ഒച്ചുകളെയും നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. ഈ കുഞ്ഞൻ പിരിയൻ ഒച്ചുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പെരുകി നമ്മുടെ ചെടിയുടെ വേരുകളെല്ലാം നശിപ്പിക്കുന്ന ഒരു ഒച്ചു വിഭാഗമാണ്. അപ്പോൾ അത്തരം പിരിയൻ ഒച്ചുകളൊക്കെ നമ്മുടെ ചെടിച്ചട്ടിയിലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തു കൊടുക്കുക. ഈ പഴകിയ ഇലകളും അതുപോലെ തന്നെ നമ്മൾ കമ്പോസ്റ്റ് പോലെ ഇട്ട് കൊടുക്കുന്ന സാധനങ്ങളിലൊക്കെയാണ് പിരിയൻ ഒച്ചുകൾ വന്നിട്ട് ഭക്ഷണമാക്കിക്കൊണ്ടിരിക്കുക. ഈ സമയങ്ങളിൽ ഉപ്പ് വിതറി കൊടുത്തു കഴിഞ്ഞാലും നമുക്കിങ്ങനെ പിരിയൻ ഒച്ചുകളുടെ ശല്യം ഒഴിവാക്കാൻ പറ്റും. ഈ പിരിയൻ ഒച്ചുകളെ നമുക്ക് കൂട്ടത്തോടെ കൊണ്ടുവന്ന് നശിപ്പിക്കാനാണെങ്കിൽ ചെടിച്ചട്ടിയിൽ ഇതുപോലെ ക്യാബേജിൻ്റെ ചെറിയൊരു കഷ്ണം വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഈ പിരിയൻ ഒച്ചുകളും ആകർഷിച്ചു വരും. പിരിയൻ ഒച്ചുകൾക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഭക്ഷണമാണ് ക്യാബേജിൻ്റെ ഇല. അപ്പോൾ ഇതിൻ്റെ സ്മെല്ലടിക്കുന്ന സമയങ്ങളിൽ ഈ ഒച്ചകളെല്ലാം കൂട്ടത്തോടെ ഇതിലോട്ട് വന്ന് കയറുന്ന സമയത്ത് എല്ലാത്തിനും എടുത്തിട്ട് കുറച്ച് ഉപ്പ് കലക്കി വെള്ളത്തിലോ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അങ്ങ് നശിച്ചു പോയിക്കോളും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള പൂന്തോട്ടങ്ങളിലുള്ള ഒച്ചിനെല്ലാം നശിപ്പിച്ച് കളയാൻ പറ്റും. ഇതുപോലെ തന്നെ അടുക്കളയുടെ ഭാഗങ്ങളിലൊക്കെ ഇതുപോലൊരു കെണി കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിലോട്ടും അടുക്കളയുടെ ഭാഗങ്ങളിൽ ഒച്ചെല്ലാം വന്ന് കയറിക്കോളും. നമ്മുടെ ഭക്ഷണ സാധനങ്ങളിലും പാത്രങ്ങളിലൊക്കെ ഒച്ചരിച്ച് കയറുന്നത് നമുക്കിതുപോലെ തടഞ്ഞു നിർത്താൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒച്ചുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചെയ്തു നോക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒച്ചുകൾ ചെടികൾക്ക് ദോഷം ചെയ്യുന്ന അതേപോലെ തന്നെ നമുക്ക് മനുഷ്യർക്കും ദോഷം ചെയ്യും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒച്ചുകളുടെ ശരീരത്തിൽ ഒരു പാരസൈറ്റ് ആയുള്ള ഒരു വിര ജീവിക്കുന്നുണ്ട്. ഇത്തരം വിരകളുള്ള ഒച്ചുകൾ നമ്മുടെ പാത്രങ്ങളിലോ അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങളിലൊക്കെ വീണ് കഴിഞ്ഞാൽ ശരീരത്തിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇത്തരം വിരകൾ നമ്മുടെ ബ്ലഡ് വെസൽസ് വഴി നമ്മുടെ ബ്രെയിനിനകത്തോട്ട് കയറിയിട്ട് മെനഞ്ചൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങളിലേക്ക് അത് കൊണ്ടുപോകും. കുഞ്ഞു കുട്ടികൾക്കാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരാറ്. അപ്പോൾ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക. ഒച്ചിൻ്റെ ശല്യം വളരെ പെട്ടെന്ന് തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. അടുത്ത വീഡിയോയിൽ നമ്മുടെ വീട്ടിൽ മുരടിച്ചിരിക്കുന്ന റോസ് എങ്ങനെയാണ് നന്നായിട്ട് വളർത്തി നന്നായിട്ട് പൂ പിടിപ്പിച്ചെടുക്കുക എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെല്ലാം മുരടിച്ചിരിക്കുന്ന റോസ് എങ്ങനെയാണ് നല്ല പുതുജീവൻ കൊടുക്കുക എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഹാപ്പി ഗാർഡനിങ്.